മലപ്പുറത്ത് വിഷു മത്സരത്തിനിടെ വിദ്യാർത്ഥിക്ക് ഗുരുതരമായി പരിക്കുപറ്റി. തിരൂർ ഉപജില്ലാ സ്കൂൾ വിഷു ജോഡോ മത്സരങ്ങൾക്കിടയിലാണ് ഇങ്ങനെ സംഭവം ഉണ്ടായത്. 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ കൈക്ക് പൊട്ടലേറ്റു. സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയില്ല എന്ന ആരോപണം ഉയരുകയാണ്. വിദ്യാർത്ഥിക്ക് പരിക്കേൽക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. അരുൺ അമർനാഥ് വിവരങ്ങളുമായി. അരുൺ, എന്താണ് സംഭവിച്ചത്? രതീഷ്, ഇത് സബ് ജില്ലാ വിഷു മത്സരങ്ങൾ, വിഷു ജൂഡോ മത്സരങ്ങളാണ്. തിരൂർ ഉപജില്ലയുടെ മത്സരങ്ങൾ നടക്കുന്നതിനിടെയാണ് ഈ സംഭവം. അതായത് ഈ വിദ്യാർത്ഥിക്ക്, ഈ താരത്തിന് പരിക്കേൽക്കുന്നത് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. കൈ ഒടിഞ്ഞ നിലയിലാകുന്നുണ്ട്. അപ്പോൾ തന്നെ ഈ മെഡിക്കൽ ടീം എത്തിയില്ല എന്നുള്ളതാണ്. മെഡിക്കൽ ടീമിനെ വിളിച്ചു വരുത്തേണ്ട സ്ഥിതിയായിരുന്നു. ഉടനടി ഒരു മെഡിക്കൽ എയ്ഡ് കിട്ടിയില്ല, അടിയന്തര ചികിത്സ കിട്ടിയില്ല എന്നുള്ളൊരു പരാതിയാണ് അധ്യാപകർ ഉൾപ്പെടെ ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു ക്രമക്കേടായി തന്നെ പറയുന്നത്, ഇത് സാധാരണഗതിയിൽ പര്യാപ്തമായ സൗകര്യങ്ങളില്ല. അതായത് കൃത്യമായ ഈ മത്സരങ്ങൾക്ക് വേണ്ട മാറ്റല്ല മത്സരത്തിന് ഉപയോഗിച്ചത് എന്നും കൂടി ഈ വിദ്യാർത്ഥികളെ കൊണ്ടുവന്ന അധ്യാപകർ ഒരു പരാതിയായി ഉന്നയിക്കുന്നുണ്ട്. അത്തരം ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. പിന്നീട് മെഡിക്കൽ സംഘത്തെ വിളിച്ചു വരുത്തിയാണ് ഈ കുട്ടിക്ക് ചികിത്സ നൽകുന്നത്. കുട്ടിയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് എന്നുള്ളത് കൂടി മെഡിക്കൽ സംഘം അറിയിച്ചിട്ടുണ്ട്. എങ്കിലും അത്തരത്തിലൊരു വീഴ്ച ഉണ്ടായി എന്നുള്ളത് തന്നെയാണ്. ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഈ ഒഫീഷ്യൽ റഫറി ഈ മെഡിക്കൽ ടീമിനായി നോക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്കും മെഡിക്കൽ ടീം എത്താത്തതായിട്ട് അതിൽ കാണുന്നുണ്ട്. കുറച്ച് വൈകിയാണ് മെഡിക്കൽ സംഘം എത്തിയത് എന്നുള്ളതാണ് ഒന്നാമത്തെ പരാതിയായുള്ളത്. രണ്ടാമത്തേത് ഈ മത്സരം സംഘടിപ്പിച്ച രീതിയെ ചൊല്ലിയുമുള്ള മറ്റൊരു പരാതി കൂടി ഉന്നയിക്കപ്പെടുന്നുണ്ട്. രതീഷ്, ശരി, അതീവ ഗൗരവതരമായ സംഭവമാണ്. സ്പോർട്സ് മന്ത്രിയുടെ ജില്ലയിൽ തന്നെയാണ്. വേണ്ടത്ര അപകടം പറ്റാത്ത തരത്തിലുള്ള മാറ്റം, അതിന് അനുയോജ്യമായ മാറ്റമല്ല ഉപയോഗിച്ചതെന്നടക്കമുള്ള പ്രാഥമികമായ വിവരങ്ങളാണ് വരുന്നത്. അരുൺ അമർനാഥാണ് ആ വിവരങ്ങൾ നൽകിയത്.